ഹലോ ഗേസ്, അപ്പോൾ ഇന്ന് ഉമ്മാൻ്റെ വീട്ടിൽ പോകണം നമ്മൾ. ഇന്ന് വൈകുന്നേരം അവിടെ നേർച്ചയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ലഗേജൊക്കെ എടുത്തിട്ടാണ് പോണത്. എനിക്കാണെങ്കിൽ നാളെ അവിടെ നിന്ന് ഡ്യൂട്ടിക്കൊക്കെ പോകണം. പിന്നെ ഹാമ്പറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ എല്ലാം എടുത്തിട്ടാണ് നമ്മൾ പോണത്. അങ്ങനെ നമ്മൾ ഡാമിലെത്തി ബസ്സൊന്നും ഇല്ല, നമുക്ക് പോകേണ്ട ബസ് വന്നിട്ടില്ല. അപ്പോൾ ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഉമ്മ കടയിൽ പോയി എന്തൊക്കെയോ വാങ്ങിയിട്ട് വരുന്നുണ്ടായിരുന്നു സ്നാക്സ്. അപ്പോൾ എനിക്ക് 2 മഞ്ചൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ അതും ഇരുന്ന് കഴിച്ചു. അങ്ങനെ ബസ് കിട്ടി, ബസ്സിൽ കയറി മഞ്ചൊക്കെ ഇരുന്ന് കഴിച്ചിട്ട് നമ്മളിങ്ങനെ ആസ്വദിച്ചിട്ട് പോവുകയാണ് ഗേസ്. ബസ്സിലാണെങ്കിൽ നല്ല സീന് പാട്ടൊക്കെ ഇട്ടുകൊണ്ട് ഒന്നും പറയാനില്ല, നല്ല വൈബായിരുന്നു. നമ്മളിങ്ങനെ പാട്ടൊക്കെ ഇട്ട് വൈബടിച്ച് അങ്ങനെ പോയി. ലാസ്റ്റ് ഫൈനലി ഉമ്മാൻ്റെ വീട്ടിലെത്തി. മിറർ കണ്ടാൽ പിന്നെ നമുക്ക് വീഡിയോ എടുക്കണമല്ലോ. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നപ്പോഴേക്കും താത്ത മാംഗോ ജ്യൂസ് കൊണ്ട് തന്നു. അപ്പോൾ ഞാൻ അതും കുടിച്ചു. അതിൻ്റെ പുറത്ത് പോയി ഇരുന്ന് ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ച് നേരം നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അത് കയറി ഡ്രസ്സൊക്കെ മാറ്റിയപ്പോഴാണ് താത്ത ഉണ്ടാക്കി വെച്ച ഫ്ലവറൊക്കെ കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു. അതുകഴിഞ്ഞിട്ട് പിന്നെയും മിറർ കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് വീണ്ടും വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കസിൻസൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുകയാണ് അവിടെ. എല്ലാവരും കൂടി ഫോണിൽ കളിക്കുകയാണ്. ഇതന്നെയാണ് ഗൈസ് പണി. അതായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന റാഷിക്കാണ് മാറിപ്പോയിട്ടുണ്ട്. അതിൻ്റെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ട നിറയെ മാങ്ങയൊക്കെ ഉണ്ട് ഗൈസ്. കുറച്ച് നേരം പുറത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറേ നേരം സംസാരിച്ച് പിന്നെയും വീട്ടിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ സെറ്റ് വേണ്ടിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ ഇറങ്ങി. ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് റോട്ടിക്ക് കുറച്ച് നേരം നടക്കാനുണ്ട്. അപ്പം ഞങ്ങൾ വേഗം അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2 ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ദഫ് പരിപാടി വന്നത്. ഞങ്ങളുടെ പഴയ തറവാടാണ് ഗൈസ്. ഇവിടെ വന്നപ്പോൾ നോസ്റ്റ് പഠിച്ചു ഗൈസ്. പഴയതൊക്കെ ഓർമ്മ വന്നു. അങ്ങനെ ഞങ്ങൾ പരിപാടി തിരിച്ചു വരാൻ കാത്ത് ഉമ്മാൻ്റെ പഴയ തറവാട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയാണ്. എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോണ വണ്ടികളുടെ എണ്ണവും നോക്കിയിട്ട് ഇരിക്കുകയാണ്. ഞാനാണ് ഉമ്മാൻ്റെ മടിയിലാണ് കയറി ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലൂക്ക വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചിട്ട് അങ്ങനെ ഇരുന്നപ്പോഴേക്കും ഫുൾ അടിപൊളിയായിരുന്നു ഗൈസ്. അങ്ങനെ പരിപാടിയും കണ്ട് ഞങ്ങൾ വീട്ടിൽ പോയി.